ഇപ്പോൾ ഇവർ നമ്മൾ സംസാരിക്കാൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞു തീമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഐ എം ജസ്റ്റ് ഗോയിങ് ടു ഗോ വിത്ത് ഫ്ലോ. അയ്യോ പക്ഷെ നന്നാവണം. ഞാൻ പറഞ്ഞു നന്നായിരിക്കും. ചില സമയത്ത് ഉറക്കം വരാൻ വേണ്ടി മാത്രമാണ് റീൽസ്. രണ്ടര കണ്ട് എനിക്ക് ഉറക്കം വരും. ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പാരസിറ്റമോൾ എടുത്താൽ മതി. ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ജലൂസിൽ എടുത്താൽ മതി. നമ്മൾ പറയും ഞാൻ ഭയങ്കര കണക്റ്റഡ് ആണ്, എനിക്ക് 540 ഫ്രണ്ട്സ് ആയിട്ട് ഞാൻ കണക്റ്റഡ് ആണ്. LOL ഭയങ്കര ചിരിക്കണ ഫേസ്. എന്ത് ആക്ച്വലി വീട്ടിൽ കരഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഈക്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു. പെട്ടെന്ന് റിയൽ വേൾഡിലേക്ക് കയറുമ്പോൾ ഒരു ഈക്വാലിറ്റിയും ഇല്ല. ജോലിക്ക് കയറാൻ നോക്കുമ്പോൾ അവർ നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യും, ഇത് പോരാന്ന് പറയും. ചെതല് തിന്നു പോകുന്ന പോലെ സോഷ്യൽ മീഡിയ നമ്മുടെ ബ്രെയിനിനെ തിന്നുകയാണ്. അങ്ങനെ പല കൺഫ്യൂഷൻസ് ഇനിയും ഇവർക്ക് ജീവിതത്തിൽ വരാനുള്ളതാണ്. ഇന്ന് ഇവർക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഒരു കേജിൽ ഒരു കൊക്കൈനുള്ള ലീവർ മാത്രം ഇട്ടു. ദാറ്റ്സ് ബിക്കോസ് വി ഹവ് ഓൾ ബിക്കം അടിമകൾ ഓഫ് ദ ക്യാപിറ്റലിസ്റ്റ് മെൻറ്റാലിറ്റി ഓഫ് ഗ്ലോബലൈസേഷൻ ഫ്രം അമേരിക്ക. ക്രിറ്റിസിസം വരും. യു ആസ് ആൻ ആക്ടർ, യു ആസ് ആൻ ഓതർ ഒരുപാട് അങ്ങനത്തെ ക്രിറ്റിസിസം ഫേസ് ചെയ്ത ഒരാളാണ്. വിവാദങ്ങളുടെ പലപ്പോഴും ഒരു ചോദ്യത്തിലും ഇന്റർവ്യൂലൊക്കെ വരാറുണ്ട്. ഇതൊക്കെ ഉണ്ടോ? ഇതിനൊക്കെ എന്ത് എവിഡൻസ് ആണ് കൊടുക്കുന്നത്? I studied person's YouTube talk on drug addiction. That's something that's very high right now in society, especially in Kerala. Kerala is becoming a very, very drug infested state ആയിക്കൊണ്ടിരിക്കണമെന്ന് പറയുന്നു. ഇതിൻ്റെ കാരണം ലാക്ക് ഓഫ് കണക്ഷൻ ആണ് എന്ന് മനസ്സിലായത് അത് കണ്ടപ്പോഴാണ്. ഞാൻ കഴിഞ്ഞ എൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഇത് പറഞ്ഞിരുന്നു. ഇവരൊരു എക്സ്പെരിമെൻറ്റ് നടത്തി. ഒരു റാറ്റ് പാർക്ക് ഉണ്ടാക്കി. ഒരു കേജിൽ ഒരു കൊക്കൈനുള്ള ലീവർ മാത്രം ഇട്ടു. റാറ്റ് പാർക്കിൽ വീൽസ് ഉണ്ട്, ഗെയിംസ് ഉണ്ട്, ഫുഡുണ്ട്, പിന്നെ ഈ കൊക്കൈനുള്ള ലീവറുമുണ്ട്. മറ്റേതിലൊന്നുമില്ല. ഒരു കേജ്, ഒരു കൊക്കൈൻ ലീവർ. ആ എലി ആ ലീവർ അമർത്തി അത് കഴിച്ച് വിതിൻ മിനിറ്റ്സ് ഡൈഡ്. ഈ എലി ഈ പാർക്കുണ്ട്, ഇതിലൊക്കെ കളിച്ച് നടക്കുന്നു, ഫുഡ് കഴിക്കുന്നു, വേറെ എലികളുടെ കൂടുകളുണ്ട്, അവിടെയൊക്കെ പോയി അന്വേഷിക്കുന്നു. It never even once tapped the lever. This is a real study. It's not an example, it's not a metaphor. Really നടത്തിയ സ്റ്റഡിയാണ്. സോ റൈറ്റ് നൗ വി ഡോണ്ട് ഹാവ് ഇനഫ് അവന്യൂസ് ഫോർ ഇത്രയും ബ്രെയിനി ആയിട്ടുള്ള, ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള നിങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് ചെയ്യാൻ ആക്ടിവിറ്റീസ് ഇല്ല, പോകാൻ സ്ഥലങ്ങളില്ല, എല്ലാത്തിനും ഒരുപാട് കാശ് ചിലവാണ്. That's because we have all become അടിമകൾ ഓഫ് ദ ക്യാപിറ്റലിസ്റ്റ് മെൻറ്റാലിറ്റി ഓഫ് ഗ്ലോബലൈസേഷൻ ഫ്രം അമേരിക്ക. നമ്മളെല്ലാവരും ഇപ്പോൾ മോളിൽ പോകണം. മോളിൽ പോയാൽ പൈസ വേണ്ടേ? അപ്പോൾ പൈസ വേണം, എല്ലാത്തിനും പൈസ വേണം. എവിടെ പോകണമെങ്കിലും വി ഹാവ് ടു ബൈ സംതിങ്. ദിസ് കൺസ്യൂമറിസം ഇസ് കില്ലിങ് അസ്. പണ്ട് കാലത്ത് യങ്സ്റ്റേഴ്സ് യൂസ് ടു ജസ്റ്റ് ഹാങ് ഔട്ട് അറ്റ് പൂരപ്പറമ്പ്, പള്ളി, ഉത്സവം, അത് സംതിങ് is happening. It's always cultural activities, game clubs, sports clubs, book clubs, caroms club. All that is gone. എല്ലാവരും ഈ ചെറിയ ബോക്സസിൽ മറ്റേ നോക്കി സ്ക്രോളിങ്ങിൽ യു ഹവ് ഓൾ ലോസ്റ്റ് കണക്ഷൻ. ആ കണക്ഷൻ ഡിജിറ്റലായാൽ പോരാ. നമ്മൾ പറയും ഞാൻ ഭയങ്കര കണക്റ്റഡ് ആണ്, എനിക്ക് 540 ഫ്രണ്ട്സ് ആയിട്ട് ഞാൻ കണക്റ്റഡ് ആണ്. നോ, യു ആർ നോട്ട് കണക്റ്റഡ്. യു ആർ കണക്റ്റഡ് ടു യുവർ ഫോൺ ആൻഡ് യു ആർ തിങ്കിങ് യു ആർ കണക്റ്റഡ് ടു എ ഫ്രണ്ട്. Actually go out, meet your friends, hang out, be a support system for each other, have real connections. When one person is feeling depressed, everybody should be there to hold their hand and talk to them. മറ്റേത് ആരോ ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് ഡിപ്രഷൻ അടിക്കുന്നു, ആരും അറിയുന്നില്ല. ഇവർ മറ്റേ ഇതിടുമ്പോൾ LOL ഭയങ്കര ചിരിക്കണ ഫേസ്. എന്ത് ആക്ച്വലി വീട്ടിൽ കരഞ്ഞുകൊണ്ടിരിക്കുക. ആൻഡ് ഫേക്ക് ഇമോഷൻസ് ഇമോജീസിൽ ഇട്ടുകൊണ്ടിരിക്കുന്നു. സോ നോബഡി നോസ് വാട്ട്സ് ഹാപ്പനിങ്. So this is not connection, my friends. Social media can never be a connection. It is a tool, it's a business tool. You want to sell a product, it is the greatest tool. ഇപ്പോൾ ഈ സ്കൈ ടോക്സിൻ്റെ പ്രോമോ നമ്മൾ ഇടുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ആയിരിക്കും. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലും നമ്മുടെ എല്ലാവരുടെയും ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽസിലും അത് കൊളാബ് ഇടും, ഷെയർ ചെയ്യും. ഞങ്ങൾ ആരെയും ഫോളോ ചെയ്യുന്നില്ല, ഞങ്ങൾ ഒരാളുടെയും പോസ്റ്റ് കാണുന്നില്ല. എന്നോട് ഇന്നലെ നയൻതാര ഇട്ട ഫോട്ടോ ഏതാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. It does not concern me, it's a waste of my time. Do you understand? Get it very clearly in your head, because nobody will talk to you ഇത്ര സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട്. അവർ പറയുമ്പോൾ അത് പാടില്ല, ഇത് ചെയ്യരുത്, അതൊന്നുമല്ല ഞാൻ പറയുന്നത്. ബി ക്ലെവർ, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ആൻഡ് യുവർ എനർജി. അത് ഇത്രയേ ഉള്ളൂ. ഇറ്റ്സ് എ ഷോർട്ട് ലൈഫ് ആൻഡ് യൂത്ത് ദറ്റ് യു ഹാവ് നൗ ഇസ് വെരി ഷോർട്ട് ലിവ്ഡ്. അത് കഴിഞ്ഞാൽ എല്ലാം സ്ലോ ഡൗൺ ആയിട്ടാണ് വരിക കേട്ടോ. ഈ സ്പീഡിന് ഇല്ല. സോ വെൻ യു ഹാവ് ദ സ്പീഡ്, മേക്ക് ദ മാക്സിമം ഓഫ് ഇറ്റ്. അത് പറഞ്ഞപ്പോൾ ഇവർ ഈ ഒരു നമ്മുടെ പഠിപ്പ് കഴിഞ്ഞാൽ അടുത്ത ഫേസ് ഉണ്ടല്ലോ, അതായത് ജോലി, പിന്നെ ഈ കമ്മ്യൂണിറ്റി ഇൻറ്ററാക്ഷൻ, ഇതിലൊക്കെ വരുമ്പോൾ വേറൊരു പ്രത്യേക കാര്യം വരുന്നത് ഫീഡ്ബാക്ക് വരും, ക്രിറ്റിസിസം വരും. യു ആസ് ആൻ ആക്ടർ, യു ആസ് ആൻ ഓതർ ഒരുപാട് അങ്ങനത്തെ ക്രിറ്റിസിസം ഫേസ് ചെയ്ത ഒരാളാണ്.
പക്ഷേ ഇവിടെ ഈ ഒരു ആൾക്കാർക്ക് ചില സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ഫീഡ്ബാക്ക് കേൾക്കുമ്പോൾ ഒട്ടും ഇഷ്ടമല്ല. ഞങ്ങൾക്കൊക്കെ പണ്ട് അങ്ങനെയായിരുന്നു. പിന്നെ ഒരാളുടെ പെർസ്പെക്റ്റീവ് നമുക്ക് നല്ലതിനാണെങ്കിൽ, സോ ഹൗ ഡു യു ടേക്ക് ദാറ്റ് ഫീഡ്ബാക്ക് ആൻഡ് ക്രിറ്റിസിസം? അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം? ഇപ്പോഴത്തെ സ്കൂൾസിലെ പ്രശ്നം ഗ്രേഡിംഗ് സിസ്റ്റം ഇല്ല പലവർക്കും. എല്ലാവർക്കും എന്തോ ഗ്രേഡ്, ചെറിയ ക്ലാസ്സസിലൊക്കെ എല്ലാവർക്കും കോൺസലേഷൻ പ്രൈസ്, എല്ലാവർക്കും നമ്മൾ ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഈക്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു. പെട്ടെന്ന് റിയൽ വേൾഡിലേക്ക് കയറുമ്പോൾ ഒരു ഈക്വാലിറ്റിയും ഇല്ല. ജോലിക്ക് കയറാൻ നോക്കുമ്പോൾ അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങളെ അസസ് ചെയ്യും, നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യും, ഇത് പോരാന്ന് പറയും. ആൻഡ് ദെൻ ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദ ഗ്ലിച്ച് ഇൻ അവർ എഡ്യൂക്കേഷണൽ സിസ്റ്റം. ബിക്കോസ് എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക, ആദ്യം പ്രോത്സാഹിപ്പിച്ച് ആക്ച്വലി ജോലിക്ക് പോകുമ്പോൾ പ്രോത്സാഹനമൊന്നുമില്ല. അവിടെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഡിസിഷൻസാണ് വരുന്നത്. സോ യു ഹാവ് ടു ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. ഇപ്പോൾ കിട്ടുന്ന കോളേജിലൊക്കെ കിട്ടുന്ന സപ്പോർട്ടും എൻകറേജ്മെൻറ്റും, കം ഓൺ യു ക്യാൻ ഓൾ ഡു ഇറ്റ്, അതൊക്കെ ഇവിടെ ഉള്ളൂ. ദ മൊമെൻറ്റ് യു ഗോ ഔട്ട് ഇൻ ടു ദ റിയൽ വേൾഡ്, ഇത് പോരാ, അയ്യോ അവർ മറ്റേടത്തുനിന്ന് അവിടെ നിന്ന് വന്ന ആൾക്കാർക്ക് ദേ ഹാവ് സോ മച്ച് മോർ, ദേ ഹാവ് ഡൺ സോ മച്ച് മോർ, ദേ ആർ സോ മച്ച് ബെറ്റർ ദൻ യു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തകർന്നു പോകും. So first thing is know that where you are is not the real world yet. ഇപ്പോൾ ഹെൽത്തും ഫാമിലിയാണ് പ്രയോറിറ്റീസ്. ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ പ്രയോറിറ്റീസ് മാറും, വളരെ ഡ്രാസ്റ്റിക്കായിട്ട്, വളരെ സ്ട്രോങ് ആയിട്ട് മാറും. യു ഹാവ് ടു ബിക്കം സ്ട്രോങ് ഫോർ ഇറ്റ്. അതിനെ പേടിക്കണം എന്നല്ല പറയണേ. യു ഷുഡ് നോ ദാറ്റ് ദർ ഇസ് എ റിയൽ വേൾഡ് ദാറ്റ് ഇസ് കോൾഡ് റിയൽ വേൾഡ് ഔട്ട്സൈഡ്. നിങ്ങളുടെ ഈ കംഫർട്ട് സോൺ അല്ല. സോ അതിലേക്ക് ഇറങ്ങണമെങ്കിൽ ഇവിടുന്നേ നമ്മൾ സ്ട്രോങ് ആയി വരണം. ആ സ്ട്രോങ് ആവാൻ ആദ്യം നമ്മളെ അറിയണം. ഞാൻ എങ്ങനത്തെ ടൈപ്പാണ്, എൻ്റെ സ്പാർക്കി ടൈപ്പ് എന്താണ്, എൻ്റെ ഇൻട്രസ്റ്റ് എന്താണ്, എൻ്റെ ഡ്രീംസ് എന്താണ്. ഇത്ര ക്ലാരിറ്റിയോടുകൂടെ തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും നമ്മൾ പറയും കുഴപ്പമില്ല, നിങ്ങൾക്ക് അതാ ചെയ്യണ്ടെങ്കിൽ, ഞാൻ അമേരിക്കയിൽ പോയിട്ട് ഇത് ചെയ്യാൻ പോണു, ആയിക്കോട്ടെ, എൻ്റെ ആഗ്രഹം ഇതാണ്, ബിക്കോസ് ഐ വോണ്ട് ടു ബി നെക്സ്റ്റ് ടു മൈ പേരൻസ്, ദേ ലിവ് ഇൻ ഇരിഞ്ഞാലക്കുട, സോ ഐ എം ഗോയിങ് ടു ഡു ദിസ് ഹിയർ, ഐ എം നോട്ട് ഗോയിങ് ടു അമേരിക്ക ബിക്കോസ് മൈ മദർ ലിവ്സ് അലോൺ മേ ബി സംതിങ്. ഓരോരുത്തരുടെ കാര്യങ്ങളും അറിയാം. മറ്റേത് നമ്മളിവിടെ ഇരിക്കുന്നു, മറ്റേ ഫ്രണ്ട് അമേരിക്ക പോകണം, നമുക്ക് അമേരിക്ക പോകണം, അടുത്ത ആള് ദുബായിൽ ഇത് കിട്ടി, നമുക്ക് ദുബായ് പോകണം. അല്ല, അത് മാത്രമല്ല, അത് ഫോട്ടോ ഇടും ഇൻസ്റ്റയിൽ. അതെ, ഫോട്ടോ ഇടും. ന്യൂയോർക്കിൽ പോയതിൻ്റെ ഫോട്ടോ ഇടും. നമുക്കിനി ന്യൂയോർക്ക് പോയേ പറ്റൂ. ചെതൽ തിന്നു പോകുന്ന പോലെ സോഷ്യൽ മീഡിയ നമ്മുടെ ബ്രെയിനിനെ തിന്നുകയാണ്. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ നോക്കാൻ പോയാൽ നമുക്ക് ലോകത്ത് എല്ലായിടത്തും എത്താൻ പറ്റുമോ? എന്തോരം കാര്യങ്ങൾ എത്ര ആൾക്കാർ ചെയ്യുന്നു. ബട്ട് ഞാനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നില്ലേ. ഷീ ഈസ് ഡൂയിങ് സോ മെനി തിങ്സ്. വി ആർ ഗോയിങ് ടു സോ മെനി പ്ലേസസ് and we are not looking at social media. If you are looking at social media, chances are you won't go any place, you will be sitting looking at social media. എനിക്ക് നോക്കണം, എന്താ അറിയോ, എൻ്റെ മോൻ്റെ മുമ്പിൽ പിടിച്ചിക്കണമെങ്കിൽ എനിക്കിതൊക്കെ അറിയണം. അപ്പോൾ അവൻ ചോദിക്കും ഇന്ന സീൻ്റെ, അവൻ ഹീസ് എ ഫിലിം മേക്കർ, അപ്പോൾ അമ്മേ ഇത് കണ്ടോ, റീല് കണ്ടോ, ഇല്ലേ, നിങ്ങൾ എന്താ അമ്മേ. അപ്പോൾ എനിക്ക് അവിടെ നാണക്കേട് കൊണ്ട് ഞാൻ വേഗം ശരി എന്ന് പറഞ്ഞത് പഠിക്കും. പക്ഷേ ഐ നോ വേ ടു സ്റ്റോപ്പ്. ചില സമയത്ത് ഉറക്കം വരാൻ വേണ്ടി മാത്രമാണ് റീൽസ്. ഞാൻ പറയും എൻ്റെ വാല്യൂമാണ് റീൽസ് പറയും. രണ്ടെണ്ണം കണ്ട എനിക്ക് ഉറക്കം വരും. ഒരുപാട് കുട്ടികളുടെ ഒരു ചോദ്യമാണത്, എന്ത് കൺഫ്യൂഷൻ. ആ കൺഫ്യൂഷൻ വരുമ്പോൾ അവരുടെ പേരൻസ് ആവട്ടെ, റിലേറ്റീവ്സ് ആവട്ടെ, ഫ്രണ്ട്സൊക്കെ അവരുടേതായ ജീവിതത്തെ തുറന്നു കാണിച്ച് അടിച്ചേൽപ്പിക്കുന്നു. അവർ കൺഫ്യൂഷനാവുന്നു, ഡിപ്രഷനിലേക്ക് പോകുന്നു. മാത്രമല്ല മുന്നോട്ടുള്ള യാത്ര അവർക്ക് ഡാർക്ക്നെസ് ഫീൽ ചെയ്യുന്നു. എൻ്റെ ചോദ്യം, പലപ്പോഴും നമ്മുടെ ഒരു സബ്ജക്റ്റോ അല്ലെങ്കിൽ ഒരു കരിയറോ സെലക്ട് ചെയ്യുമ്പോൾ 100% പിന്നീട് നമുക്കത് ചേഞ്ച് ചെയ്തതായിട്ട് വരും, അല്ലേ? അതായത് ഇപ്പോൾ MBBS ഇത് അപ്പോൾ കഴിയുമ്പോൾ തോന്നും, ആ ഗോളിലേക്ക് എത്തുമ്പോൾ തോന്നും ഇത് നന്നായിരുന്നു എന്ന് തോന്നും, അല്ല എന്ന് തോന്നും. അതല്ലെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്താൽ അന്നത്തെ കാലത്ത് പിന്നെ മെഡിസിനോ അല്ലെങ്കിൽ മാത്സോ എടുത്ത കുട്ടികൾക്കും അത് എടുത്തു കഴിയുമ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നും, പിന്നെ അത് മാറ്റണമെന്ന് തോന്നും, ജോബിൽ തോന്നും. അങ്ങനെ പല കൺഫ്യൂഷൻസ് ഇനിയും ഇവർക്ക് ജീവിതത്തിൽ വരാനുള്ളതാണ്. ഇപ്പോൾ ഇവിടെ വന്ന് തുടക്കത്തിലൊരു കാര്യം പറഞ്ഞു, ഒരു തീം അപ്പോൾ ആ സ്പോട്ടിൽ കൊടുത്താണെന്ന് പറഞ്ഞു. ഇന്ന് ഇവർക്ക് ഏറ്റവും ആവശ്യമുള്ളത് പ്രോബ്ലം സോൾവിങ് സ്കിൽ. ആ ഒരു കേസ് അനുസരിച്ച്, ആ സിറ്റുവേഷൻ അനുസരിച്ച് എന്ത് സീക്രട്ടാണ്. ഇപ്പോൾ കാരണം ഞാൻ പറയാൻ കാരണം, ഒരുപാട് എൻ്റെ പല ചോദ്യം, ഇപ്പോൾ ലാസ്റ്റ് 2 ദിവസം മുന്നേ വന്നത് തന്നെ ഒരു വലിയ വിവാദങ്ങളുടെ പലപ്പോഴും ഓരോ ചോദ്യത്തിനും ഇൻ്റർവ്യൂവിലൊക്കെ വരാറുണ്ട്. അതൊക്കെ ഫേസ് ചെയ്തിട്ടും അതിനെ ഓവർകം ചെയ്തിട്ടൊക്കെ ഒരു പരിചയവും ഇതൊക്കെ ഉണ്ടോ, ഇതിനൊക്കെ എന്ത് എവിഡൻസാണ് കൊടുക്കാൻ, പല ചോദ്യങ്ങൾ വന്നിട്ടുണ്ടാവില്ല ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ. ഞാൻ പറയുന്ന ആൻസർ വളരെ എന്താ പറയുക, കൊളോക്കിയലായിട്ട് തോന്നും. പ്രോബ്ലം സോൾവിങ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ചെയ്തേ പറ്റൂ, വേറെ വഴിയൊന്നുമില്ല എന്ന് വിചാരിച്ചാൽ മതി. നമ്മൾ എങ്ങനെയെങ്കിലും എന്തോ കണ്ടെത്തും. ദർ ഇസ് നോ ഫോർമുല ഫോർ ഓൾ ദിസ്. എന്നോട് ചോദിക്കുന്ന കേട്ടാൽ നമ്മുടെ ജെയിംസ് ക്ലിയറിൻ്റെ കുറേ ഫോർമുലാസ്, സ്റ്റാർട്ട് വിത്ത് വൈൻ്റെ ഫോർമുലാസ്, ഞാൻ ആ ടൈപ്പ് ആളല്ല.
ഞാൻ പറയുന്നത് know yourself. Once you know yourself, you have the responsibility of your life. You have the guts. തൻ്റെയിടം തന്നെ വരും. ബിക്കോസ് നമ്മൾ പറയും എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ഞാൻ സോൾവ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ ഐ വിൽ ഫൈൻഡ് പീപ്പിൾ ആൻഡ് ഫ്രണ്ട്സ് ടു ഹെൽപ്പ് മീ സോൾവ് ഇറ്റ്. ആ ആറ്റിറ്റ്യൂഡ് മാത്രം മതി. ആ ആറ്റിറ്റ്യൂഡാണ് വേണ്ടത്. ദ ആറ്റിറ്റ്യൂഡ് ഓഫ് എ പ്രോബ്ലം സോൾവർ. നമുക്ക് ലൈഫിലെ എല്ലാ പ്രോബ്ലംസിന് ഒരു ഫോർമുല, ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പാരസിറ്റമോൾ എടുത്താൽ മതി, ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ജലൂസിൽ എടുത്താൽ മതി എന്ന് പറയുന്ന പോലെ സൊല്യൂഷൻസ് ഒന്നുമില്ല. ലൈഫിലെ പ്രോബ്ലംസ് വരുന്നത് പല രൂപത്തിലും ഭാവത്തിലുമാണ്. നമുക്ക് വേണ്ടത് ഏത് പ്രോബ്ലം വന്നാലും ഞാൻ നേരിടും. അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മളൊന്ന് ഞെളിഞ്ഞിരിക്കും, ഞാൻ സോൾവ് ചെയ്യും. നമ്മൾ സോൾവ് ചെയ്യും ബിക്കോസ് വി ഹാവ് ആൻ എൻറ്റയർ ബാക്കിംഗ് ഓഫ് കോൺഷ്യസ്നെസ് വിതിൻ അസ്. ഞാൻ അത്രയും ഡീപ്പായിട്ട് ആ ടോപ്പിക്കിലേക്ക് പോകാത്തത്, ആ ടോപ്പിക്കിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ ഈ ബുക്ക് വായിക്കും. ദ ബുക്ക് ഐ സജസ്റ്റഡ് വിച്ച് ഐ ഹവ് റിട്ടൺ, വിച്ച് ഇസ് ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ്. ഇൻ മലയാളം ഇറ്റ് ഇസ് കോൾഡ് ദൈവത്തിൻ്റെ ആത്മകഥ. വളരെ ഡീപ്പായിട്ടുള്ള ഏരിയാസ് ആയതുകൊണ്ടാണ് ഞാനതിപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആൻസർ ചെയ്യാത്തത്. നിങ്ങൾക്ക് ബോറടിക്കും. അത് പുസ്തകം വായിക്കാൻ ഇഷ്ടമുള്ള, ഇങ്ങനത്തെ ടോപ്പിക്സ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അതിലെ മെറ്റീരിയൽ വായിച്ചാൽ ഗുണം ചെയ്യും, അല്ലാത്തവർക്ക് ബോറടിക്കും. അപ്പം ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഹാവ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് എ പ്രോബ്ലം സോൾവർ ആൻഡ് ഇറ്റ് വിൽ ഹെൽപ്പ് യു. യു വിൽ ഫൈൻഡ് നമുക്ക് വേണ്ടതെല്ലാം തന്നെത്താനെ വന്ന് ചേരും. ദർ ഇസ് നോ വറി അബൌട്ട് ഇറ്റ്. ഒരിക്കലും ഡു നോട്ട് ഗിവ് അപ്പ്. ഡു നോട്ട് സേ ഐ കാൺ ഗോ എനി ഫർദർ, ഇത് ശരിയാവില്ല, അയ്യോ എല്ലാം പോയി. ആ ആറ്റിറ്റ്യൂഡ് മാറ്റാനാണ് പറയുന്നത്. ആ ആറ്റിറ്റ്യൂഡ്, ആ ബിലീഫ് സിസ്റ്റമിലാണ് എല്ലാം ഇരിക്കുന്നത്. ദ പവർ ഇസ് ഇൻ ദി ആറ്റിറ്റ്യൂഡ് ദാറ്റ് ഐ വിൽ ഫൈൻഡ് എ സൊല്യൂഷൻ. ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞു തീമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഐ എം ജസ്റ്റ് ഗോയിങ് ടു ഗോ വിത്ത് ഫ്ലോ. അയ്യോ പക്ഷെ നന്നാവണം. ഞാൻ പറഞ്ഞു നന്നായിരിക്കും, നന്നാവാതിരിക്കുന്ന പ്രശ്നമേ ഇല്ല. സി ദാറ്റ് കോൺഫിഡൻസ് ഇസ് വാട്ട് മേക്സ് മീ സ്റ്റാൻഡ് അപ്പ് ഹിയർ ആൻഡ് മേക്ക് ഇറ്റ് സംഹൗ റിലേറ്റ് ടു യു. ബിക്കോസ് എനിക്കിത് നന്നാക്കിയേ പറ്റൂ. അത് ഓപ്ഷണൽ അല്ല. ഇറ്റ്സ് നോട്ട് എൻ ഓപ്ഷൻ. നോക്കാം, എങ്ങാനും നന്നായാൽ നന്നായി, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഫ്ലോപ്പ് ആവും എന്ന് പറഞ്ഞ ഒരു സ്ഥാനത്തിലേക്ക് കയറാൻ പറ്റില്ല. അങ്ങനെ ആണെങ്കിൽ കയറേ വേണ്ട. ഡോണ്ട് ഗോ ഫോർ ഇറ്റ്. ദൈവമുണ്ട് അല്ലെങ്കിൽ ഇല്ല, അങ്ങനെ ഒരു രീതിയിൽ പറയാൻ പറ്റുമോ? Are we ultimately formless? Do you say my body? എൻ്റെ ശരീരം എന്ന് പറയാറുണ്ടോ? Do you say my mind? Yes. Who is saying my body and my mind?